കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കുത്തുവാക്കും പരിഹാസങ്ങളും. എടാ മകളെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം ആണുങ്ങൾ ആരാ ഭാര്യ എന്നറിയും. നമുക്ക് ഒരു അടുക്കള വേലക്കാരിയുടെ വില പോലും പല ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കാറില്ല. നമ്മളെല്ലാരും അങ്ങനെ. എത്ര ജോലി ചെയ്താലും അവഹേളനവും കുത്തുവാക്കും പരിഹാസം. നിനക്ക് എന്താടി ഇവിടെ ജോലി, നീ എന്താടി ഇവിടെ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്ത ആരാ ഭാര്യ എന്നറിയോ? ആരാണ് ഭാര്യ എന്നറിയോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോ ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ അള്ളായും കൂടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ പൊക്കോളാൻ. NRC ഒക്കെ അപ്പോഴാ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു NRC വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നിന്റെ വീടും നാടും വിറ്റിട്ട് നീ രാജ്യക്കാരനല്ല, ജയിലിൽ പോകണമെന്ന് പറയുമ്പോഴേ നെഞ്ചത്തടി തുടങ്ങി, പേടി തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, എടാ NRC പണ്ട് നടന്നിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കക്കാരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിരിക്കണ വസ്ത്രത്തോടെ നീയൊക്കെ പൊക്കോണം. അള്ളാഹയെ വിളിച്ചിട്ട് നീ അള്ളാഹി മുഹമ്മദ് പൊക്കോ. എന്തേ പറഞ്ഞത്? ഹിജ്റ പോകുന്ന സഹാബത്ത് പറഞ്ഞു, ഇന്നാടാ എടുത്തോ, എനിക്ക് വീടും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാടാ. അതാടാ മുസ്ലിം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ ഉസ്താദ് ഇപ്പൊ NRCക്ക് അനുകൂലമാണെന്ന് പറയരുത്. ഉസ്താദ് NRCക്ക് അനുകൂലമാണെന്ന് പറയരുത്. NRC അല്ല ഇവിടെ വിഷയം, നമ്മുടെ ഈമാനാണ് വിഷയം. അവിടെ നമ്മൾ പരാജയപ്പെടരുത്. ഇതൊക്കെ എത്ര നാളെ പൊട്ടിച്ചാലും അവസാനവന്മാര് തോക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവരൊക്കെ എത്രയൊക്കെ ചെയ്താലും അവസാനം നമ്മുടെ മുന്നിൽ തോക്കും. കാരണം അന്തിമ വിജയം നമുക്ക് തന്നെയാ. ഇത് അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതാ, ചരിത്രങ്ങൾ പഠിപ്പിച്ചതാ. ആള് കുറവാ, 313 സ്വഹാബത്ത്, കൂരിയ വാൾ, ഒടിഞ്ഞ വാളും ഒരു പരിചയമില്ല, ഒട്ടിക വയറുമായിട്ട് പോയിട്ട് പാട്ടും പാടി തിരിച്ചു കയറി വന്ന ചരിത്രം വെറുതെയല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ പേടിക്കരുത്, നമ്മൾ വിരളരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓലപ്പടക്കം പൊട്ടിക്കണ പോലെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഞെട്ടി വിറയ്ക്കരുത്. നമ്മളൊരിക്കലും പേടിക്കരുത്. ഈമാൻ ഉറക്ക്. സഹാബത്ത് പറഞ്ഞു, ഇന്നാടാ എനിക്കൊന്നും വേണ്ട, പോയി.